വലിയൊരു എസ്കലേഷനാണിത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഈ മേഖലയിൽ സംഘർഷം വളരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു എയർബേസ് ആണിത്. ഈ മേഖലയിൽ 10-20ഓളം എയർബേസ് ഉണ്ട്, വലിയ എയർബേസുകൾ അമേരിക്കയുടെ. ഈ മേഖലയെ നിയന്ത്രിച്ച് നിർത്തുന്നത് ഈ എയർബേസുകളാണ്. അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഈ മേഖലയിൽ, ഗൾഫ് മേഖലയിൽ മുഴുവൻ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് നിലനിർത്തുന്നത് ഇത്തരത്തിലുള്ള എയർ ബേസിലൂടെയും മിലിറ്ററി ബേസിലൂടെയാണ്. അവിടെ ഏകദേശം അമേരിക്കയുടെ തന്നെ ഏകദേശം 40,000-നും 50,000-നും ഇടയ്ക്ക് അമേരിക്കൻ സോൾജേഴ്സും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിലെ, ഗൾഫ് മേഖലയിലെ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ ഒരു പരിധിവരെ സൗഹൃദത്തിലാണെന്ന് വേണം പറയാൻ. പലരും ഈ നോർമലൈസേഷന്റെ ഭാഗമായിട്ട്, ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷന്റെ ഭാഗമായിട്ട് ട്രംപ് മുന്നോട്ട് വെച്ച എബ്രാമിക് അക്കോർഡും സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മേഖലയിൽ അമേരിക്കയുടെ എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇറാനാണ്. അപ്പോൾ ഇറാൻ ആണ് ഇപ്പോൾ ഈ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളെതിരെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഇറാൻ വരെ വന്ന് ആക്രമിക്കണം. പക്ഷേ ഇറാന് അമേരിക്കയെ ആക്രമിക്കണമെങ്കിൽ അമേരിക്ക വരെ പോവേണ്ട ആവശ്യമില്ല. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾ ഈ മേഖലയിലാകെ ചിതറിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അവിടെയാണ് ഇപ്പോൾ ഇറാൻ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ വളരെ സമർത്ഥമായിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം തന്നെയാണിത്. ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചർച്ചകൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ബാക്ക്ഡോർ ഡിപ്ലോമസിയും ഓൺ ഓഫും ആയിട്ടുള്ള പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സും നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നടക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നത്, അതായത് ഈ അറ്റാക്ക് നടന്നിട്ടുള്ളത്. ശ്രീ പി എം നാരായണൻ, ഇതിനോട് ഇനി അമേരിക്കയുടെ ഒരു പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രതികരണം ഉണ്ടാവും. കാരണം അമേരിക്ക പറഞ്ഞു നിർത്തിയത് അതാണ്. ഞങ്ങൾ ഇപ്പോൾ 3 ആണവ നിലയങ്ങൾ ആക്രമിച്ചു, ഇതോടുകൂടെ ഞങ്ങൾ തൽക്കാലം നിർത്തുന്നു, നിങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ന ഒരു അർദ്ധവിരാമത്തിലാണ് അമേരിക്ക നിർത്തിയത്. പക്ഷേ ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ താല്പര്യത്തിൽ, അല്ലെങ്കിൽ അമേരിക്കൻ എയർബേസിന് മേലെയാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാവും. ഇത് ഒരു തരത്തിലുള്ള എസ്കലേഷന്റെ മോഡിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇവിടെ ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ളത്